ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഈ വിവരം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. കലാപത്തിന് മാസങ്ങൾക്ക് മുൻപേ സംഘപരിവാർ ആസൂത്രണം ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഡൽഹി പോലീസിൻ്റെ റിപ്പോർട്ട്. ഡൽഹി പോലീസിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഈ കലാപത്തിന് ഉപയോഗിച്ച തോക്കുകൾ അത് അനധികൃതമായി നിർമ്മിച്ചതാണ്. ഈ അനധികൃതമായി ഇത്രത്തോളം തോക്കുകൾ എപ്പോഴാണ് നിർമ്മിച്ചത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ആരാണ് ഇത്രയും അധികം തോക്കുകൾ കലാപകാരികൾക്ക് നൽകിയിട്ടുള്ളത്? അതായത് കലാപത്തിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ തോക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വസ്തുത. തോക്കുകൾ ഉണ്ടാക്കി അവർ ചില നേതാക്കളുടെ കൈകളിൽ അത് നൽകി കലാപത്തിനിറങ്ങുന്ന സമയത്ത് നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെയും നിരപരാധികളായിട്ടുള്ള ഹൈന്ദവരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് നേരെ വെടിയുതിർക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണമെന്നുള്ള രീതിയിൽ കലാപത്തിൻ്റെ ചില നേതാക്കൾക്ക് നേരത്തെ തന്നെ തോക്കുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ഞങ്ങളുടെ ഒരു നിരീക്ഷണത്തിൽ ഇത് വ്യക്തമാകുന്നുള്ളത്. അതായത് നേരത്തെ തന്നെ തോക്കുകൾ ഉണ്ടാക്കുന്നു, സമയമാകുമ്പോൾ തോക്കുകൾ ഇങ്ങനെ കൊടുക്കുന്നു. കാരണം വ്യക്തമായ റിപ്പോർട്ടുണ്ട്. അവിടെയുള്ള ആശുപത്രിയിലേക്ക് എത്തിയ 81 പേരും വെടിയേറ്റിട്ടാണ് അവിടെ ചികിത്സക്കെത്തിയത്. ആ ചികിത്സക്കെത്തിയവരിൽ 21 പേർ മരിക്കുകയും ചെയ്തു. അതായത് കൊല്ലപ്പെട്ടു എന്നർത്ഥം. വെടിയേറ്റിട്ടാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 40% ആളുകളും വെടിയേറ്റിട്ടാണ് ഡൽഹിയിലെ കലാപത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കൊല്ലപ്പെട്ടവരുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നവരിൽ 40% ആളുകളും വെടിയേറ്റിട്ടാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോൾ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം മാസങ്ങൾക്ക് മുൻപേ സംഘപരിവാർ ചെയ്തു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. ഈ തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വേട്ടയാടൽ തുടങ്ങിയിട്ടുള്ളത്. പലയിടങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാഴ്ചയാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളെ സംഘപരിവാറിന്റെ പ്രവർത്തകർ എതിർത്തത് ഏത് രീതിയിലാണ്? തോക്കുപയോഗിച്ചിട്ടാണ്. പലതവണ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ മാസങ്ങൾക്ക് മുൻപേ തോക്കുകൾ ഉണ്ടാക്കി കലാപത്തിന് നൽകി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഡൽഹി പോലീസ് വളരെ വ്യക്തമായി പറയുന്നു. അനധികൃതമായി നിർമ്മിച്ച തോക്കുകൾ എന്നുള്ളത്. ഈ അനധികൃതമായിട്ട് തോക്കുകൾ നിർമ്മിച്ചത് എവിടെയാണ്? ആരാണ് ഈ തോക്കുകൾ നിർമ്മിക്കാനുള്ള പണം നൽകിയത്? കലാപകാരികൾക്ക് പണം എവിടെ നിന്ന് ലഭിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംഘപരിവാർ വളരെ ആസൂത്രിതമായി നേരത്തെ തന്നെ പണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വരൂപിച്ച് ഈ ഒരു വേട്ടയാടലിന് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഇത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മാസങ്ങൾക്ക് മുൻപേ സംഘപരിവാർ നടത്തിയ ഗൂഢാലോചനയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് പരിപൂർണമായും മനസ്സിലാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.